ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. കൂട്ടുകാർക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 5ലെ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ട്യൂബേഴ്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് പ്രിപ്പയർ എ സാലഡ്. അപ്പം എന്താണ്, നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയാലോ? ഷാൽ വി പ്രിപ്പയർ എ ഡെലീഷ്യസ് സാലഡ് വിത്ത് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു സാലഡ് ഉണ്ടാക്കാൻ കഴിയുക? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീവ്സ് വെച്ചിട്ട്. വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിംഗ് അൺകുക്ക്ഡ് ഡിഷസ്? അപ്പം നമ്മൾ അൺകുക്ക്ഡ്, എന്താ പറയുക, വേവിക്കാത്ത ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഓർക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഡിസ്കസ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദ പിക്ചർ. അപ്പം നമുക്ക് ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി വരാം. ഇതെന്താണ് കാണുന്നത്? കിവി. ഓക്കെ, ഇതാണ് ക്യാപ്സിക്കം എന്ന് പറയുന്നത്. യെല്ലോ കളറിൽ കാണുന്നതാണ് ക്യാപ്സിക്കം, അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? ബെൽ പെപ്പർ എന്ന് പറയും. ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ക്യാരറ്റ്. ഇതെന്താണ്? ലെമൺ. ഇതെന്താണ്? ഓറഞ്ച്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ബ്ലൂബെറീസ്, ഇവിടെ ബ്ലൂബെറീസ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഇത് ബ്ലൂബെറീസ് ആണ്. ഓക്കെ, പിന്നെ ടൊമാറ്റോ. ഇതെന്താണ്? ആപ്പിൾ. ഗ്രേപ്സ്. ഇതെന്താണ്? യെല്ലോ കളറിൽ കാണുന്ന ബനാന. ഇതെന്താണ്? ഒനിയൻ കട്ട് ചെയ്ത് വെച്ചാണ്, സവാള. ഇതെന്താണ്? കുക്കുംബർ. സാലഡ് കുക്കുംബർ ആണിത്, സാലഡ് കുക്കുംബർ. പിന്നെ ഇതെന്താണ്? ചിക്കു. ഇതെന്താണ്? ചിക്കു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് പരിചയപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് സാലഡ് ആൻഡ് ഐഡന്റിഫൈ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ്. ഈ പിക്ചറിൽ കാണിക്കുന്ന സാലഡ് നോക്കുക, എന്നിട്ട് അതിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതെന്താണ്? കിവി. കൂട്ടുകാരൊന്ന് പറഞ്ഞേ, നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഇതിലുണ്ട്. നമുക്ക് നോക്കിയാലോ? ഇത് കിവി. ഓക്കെ, ഇതെന്താണ്? ബദാം. ഓക്കെ, ബദാം. ഇതെന്താണ്? ഒനിയൻ, സവാള. ഇതെന്താണ്? ക്യാരറ്റ് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഇതെന്താണ്? ടൊമാറ്റോ. ഇനി പച്ച കളറിൽ കാണുന്നതാണ് ബ്രൊക്കോളി. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്ന എന്താണ്? ബ്ലൂബെറീസ്. ഓക്കെ, അപ്പം നമ്മൾ സാലഡിൽ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്തൊക്കെയാണ് നമുക്ക്, ഏതൊക്കെ ടൈപ്സ് വെജിറ്റബിൾസ് നമുക്ക് സാലഡിൽ യൂസ് ചെയ്യാം. ക്യാരറ്റ് യൂസ് ചെയ്യാം, കുക്കമ്പർ യൂസ് ചെയ്യാം, ബ്ലൂബെറീസ് യൂസ് ചെയ്യാം, കിവീസ് യൂസ് ചെയ്യാം, ടൊമാറ്റോസ് യൂസ് ചെയ്യാം, ബദാം യൂസ് ചെയ്യാം, ബ്രൊക്കോളീസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്നുള്ളത് മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരണം. ഓക്കെ, അടുത്ത നോക്കിയാലോ? വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്? നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മുന്നത്തെ 2 പിക്ചേഴ്സ് കണ്ടില്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് സാലഡ്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കണം. റൈറ്റ് ഡൗൺ ദ റെസിപ്പി. അതിൻ്റെ റെസിപ്പി എഴുതണം. ഡ്രോ ഇത് പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് കളർ ഇറ്റ്. അപ്പം നിങ്ങൾ ഒരു സാലഡിൻ്റെ പിക്ചർ വരയ്ക്കണം. ഓക്കെ, പിക്ചർ വരച്ചിട്ട് അത് കളർ ചെയ്യണം. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ്, വാഷ് ഓൾ ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് തറലി ആൻഡ് ഡ്രെയിൻ ദ വാട്ടർ. അപ്പം സാലഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യണം? 2-3 ടൈംസ് നല്ല വെള്ളത്തിൽ
തറോ ആയിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. കട്ട് ഓൾ ദി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഏകദേശം ഒരേ ഷേപ്പിൽ കട്ട് ഡൗൺ ചെയ്യണം. ആഡ് സം ലെമൺ ജ്യൂസ്, സാൾട്ട് ആൻഡ് പെപ്പർ പൗഡർ, കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ പൊടി ജസ്റ്റ് ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ടാൽ മതി, കുറേ ഇട്ടിട്ട് ഇളക്കരുത്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും, എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ഇടണം. ഇങ്ങനെയാണ് ഒരു സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ എക്സാമ്പിൾ എഴുതിയത്. കൂട്ടുകാരെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ, സം പോപ്പുലർ സാലഡ് ഐഡിയാസ്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ് ഐഡിയാസ് ഉണ്ട്. അതിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീക്ക് സാലഡാണ്. ഓക്കെ, ഗ്രീക്ക് സാലഡിൽ എന്തൊക്കെയാണ്? ടൊമാറ്റോസ്, കുക്കുംബർ, ചീസ്, ഒലീവ്സ് ആൻഡ് റെഡ് ഒനിയൻ, അതൊക്കെയാണ് എന്തിൽ യൂസ് ചെയ്യുക? ഗ്രീക്ക് സാലഡ്സിൽ. ഓക്കെ, ഇനി കാപ്രിസി സാലഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഫ്രഷ് മൊസറല്ലേൻ്റെ ചീസില്ലേ, ചീസ്, ടൊമാറ്റോസ്, ബേസിൽ ലീവ്സ് ഒരു ചീരവർഗത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇതാണ് കാപ്രീസ് സാലഡ്. അപ്പം 2 ടൈപ്സ് ഓഫ് സാലഡ്സ് ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തെന്നുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അടുത്തത് നോക്കിയാലോ. How are these food items beneficial to us? ഈ ഫുഡ് ഐറ്റംസ് എങ്ങനെയാണ് നമുക്ക് ഈ സാലഡിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മുന്നത്തെ ഭാഗത്തിൽ പഠിച്ചില്ലേ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സാലഡ്സ് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിഷ്യൽസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. പാക്ഡ് വിത്ത് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും അതിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഇതിൽ നിന്നാണ് ഇത് കിട്ടുന്നത്? ഗ്രീൻ ലീഫി ഗ്രീൻസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ സാലഡ്സ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. അപ്പം ഗ്രീൻ ലീവ്സ്, ബേസിൽ ലീവ്സ് ഒക്കെ, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, ഇനി ഹൈ ഇൻ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ? നാരടങ്ങിയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഫൈബർ എന്ന് പറയുന്നത്. സാലഡ്സ് വിത്ത് ഫൈബർ റിച്ച് ഇൻഗ്രീഡിയൻസ് ലൈക്ക് ലീഫി ഗ്രീൻസ്, ബീൻസ്. ഓക്കെ, ബീൻസ്, ഹോൾ ഗ്രെയിൻസ് ക്യാൻ സപ്പോർട്ട് ഡൈജസ്റ്റീവ് ഹെൽത്ത്. നമ്മുടെ വൻകുടലും ചെറുകുടലിൻ്റെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാരുള്ള ഫുഡ് ഐറ്റംസ് സാലഡിൽ ചേർക്കുന്നത്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, മെനി സാലഡ് ഇൻഗ്രീഡിയൻസ് സച്ച് ആസ് ടൊമാറ്റോസ് ആൻഡ് അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടർപ്പഴവും വെണ്ണപ്പഴവും തക്കാളിയൊക്കെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാതിരിക്കാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സപ്പോർട്ട് വെയിറ്റ് ലോസ് മാനേജ്മെന്റ്, നമ്മുടെ വെയിറ്റ് കൂടാതിരിക്കാതെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്? സാലഡ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രേറ്റിംഗ്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നന്നായിട്ട് അതിൽ ജലാംശമുള്ളതാണ്. അപ്പം സാലഡ്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡ്രൈ ആവാതെ ഹൈഡ്രേറ്റ് ചെയ്ത് വാട്ടർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ ബെനിഫിഷ്യൽസ് ആണ് കിട്ടുന്നത്? വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കിട്ടും, ഫൈബേഴ്സ് കിട്ടും, ആൻറ്റി ഓക്സിഡൻസ് കിട്ടും, പിന്നെ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ശരിയാവും, അതേപോലെ ഹൈഡ്രേറ്റിങ്ങും ആണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ കൂട്ടുകാരെ. ഇനി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കുക്ക്ഡ്, അൺകുക്ക്ഡ്, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ്. ഇപ്പം നമുക്ക് ചില ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അതിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി കുക്ക് ചെയ്യാതെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന റോ ഫുഡ് എന്ന് പറയും. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും, അതാണ് അൺകുക്ക്ഡ്. പിന്നെ ചില ഭക്ഷണ സാധനങ്ങൾ പച്ചയ്ക്കും നമുക്ക് കഴിക്കാൻ പറ്റും, അതേപോലെ നമുക്കത് വേവിച്ചും കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. കുക്ക്ഡ് ഫുഡിൽ അരി നമുക്ക് വേവിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അതേപോലെ വീറ്റ്, ഫിഷ്, മീറ്റ്, എഗ്, റാഗി, ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, ഇതൊക്കെ എന്ത് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ? കുക്ക് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ. അൺകുക്ക്ഡ്, പാചകം ചെയ്യാതെ എന്തൊക്കെ കഴിക്കാൻ പറ്റും? ജാവ ആപ്പിൾ, ചാമ്പക്ക. ഓക്കെ, ജാവ ആപ്പിൾ, ചാമ്പക്ക. പിന്നെ ആപ്പിൾ, ഗ്രേപ്സ്, ഗോവ, പൈനാപ്പിൾ, കുക്കുംബർ, ഇതെല്ലാം എന്ത് ചെയ്യാം? നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അൺകുക്ക്ഡ് ഫുഡ്സ്. ഇനി കുക്ക് ചെയ്താലും കഴിക്കാൻ പറ്റും, കുക്ക് ചെയ്തില്ലെങ്കിലും കഴിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണ് വരുന്നത്? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്,
ഒനിയൻ, പൊട്ടറ്റോസ്, ക്യാബേജ്, ലെറ്റ്യൂസ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ടേബിൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്ത് ഫുഡാണ്? വേവിച്ചിട്ടുള്ള ഫുഡാണ്. ഓക്കെ, വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? നമ്മൾ പച്ചയ്ക്ക് കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഐറ്റം എന്താണ്? ഫ്രൂട്ട്സ് ആണ് നമ്മൾ കൂടുതൽ വേവിക്കാതെ കഴിക്കുന്നത്. വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്? പൾസസ്, ഗ്രെയിൻസ്, സീരിയൽസ്. ഓക്കെ, വൈ ഡു വി കുക്ക് ഫുഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതെന്ന്? ടു ഇൻക്രീസ് ടേസ്റ്റ്. ടേസ്റ്റ് കൂട്ടാൻ. ഫുഡ് ബിക്കംസ് സോഫ്റ്റ്. അതിൻ്റെ കട്ടി കുറഞ്ഞ് അത് സോഫ്റ്റായി നമുക്ക് ഈസിലി ചവച്ചരച്ച് കഴിക്കാൻ പറ്റും. ഫോർ ഈസി ഡൈജഷൻ. വെന്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജഷനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, we have learned what all types of food items are necessary for a healthy life. നമ്മൾ ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് കഴിക്കണം. ഒരു കാറ്റഗറിയിൽ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ വിറ്റാമിൻസും മിനറൽസും കിട്ടില്ല. അപ്പോൾ എല്ലാ കാറ്റഗറീസും കഴിക്കണം. എല്ലാ കാറ്റഗറിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൾസസ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫുഡ് ഐറ്റംസ് ഫ്രം ആനിമൽ സോഴ്സസ്. ഓക്കെ, ഇതൊക്കെ കഴിച്ചാലേ നമുക്ക് എല്ലാ വിറ്റാമിൻസും മിനറൽസും കിട്ടുള്ളൂ. ഡു യു നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ യുവർ ഡയറ്റ്? അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാലം നിങ്ങൾ എല്ലാ കാറ്റഗറിയിലുള്ള ഫുഡാണോ കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഫുഡാണോ കഴിച്ചുകൊണ്ടിരുന്നത് എന്ന്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. എന്താണ് ഒപ്പീനിയൻ? എവറി വൺ ഷുഡ് ഫോളോ food types in different categories, like എന്താണ്? more fruits, vegetables, grains, pulses, tubers, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് കാറ്റഗറീസ് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അതേപോലെ ഡ്രിങ്ക് മോർ വാട്ടർ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? ഒരു ദിവസം 6 തൊട്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പം എല്ലാ കാറ്റഗറീസിലുള്ള ഫുഡ് ഐറ്റംസും കഴിക്കണം. അതേപോലെ അതിൻ്റെ കൂടെ വെള്ളവും കൂടെ കുടിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം. ഫുഡ് ഹാബിറ്റ്സ്. ഡു വി ഈറ്റ് ഫുഡ് വെൽ ച്യൂഡ്? നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നന്നായി ചവച്ചരച്ചാണോ കഴിക്കുന്നതെന്ന്? മൈ മെയിൻ ജോബ് ഇസ് ടു ച്യൂ ഫുഡ്. പല്ല് പറയാണ് എൻ്റെ മെയിൻ പരിപാടി എന്താണ്? ഈ ചവച്ചരക്കലാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ചവച്ചരക്കലാണ് എൻ്റെ പണി. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ച്യൂയിങ് ഫുഡ്? ചവച്ചരച്ച് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയുമെന്നാണ് ചോദിക്കുന്നത്. ഡൈജഷൻ ബിക്കംസ് ഈസി. ഓക്കെ, ഫുഡിൻ്റെ ഡൈജഷൻ ഈസി ആവും. ഡിഫറെൻറ്റ് ടേസ്റ്റസ് ക്യാൻ ബി റെക്കഗ്നൈസ്. നമ്മുടെ നാക്കിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബഡ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബഡ്സുകൾ എന്ത് ചെയ്യും? നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റുകൾ തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഡൈജഷൻ ഈസി ആവും, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത നോക്കിയാലോ. ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്. ശരിയാണോ തെറ്റാണോ? ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് ഹാൻഡ്സ് അത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. ഈറ്റിംഗ് ഫുഡ് വിത്ത് വാഷിംഗ് ഹാൻഡ്സ് ആണ് വരേണ്ടത്, വിത്തൗട്ട് അല്ല. ഓക്കെ, ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. ഓക്കെ, അത് കറക്റ്റാണ്. എന്താണ്? മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക് ഒക്കെ എന്ത് ചെയ്യണം? കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം. അത് കറക്റ്റാണ്. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക, കറക്റ്റാണ്. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബീറ്റൺ ബൈ ക്രീച്ചേഴ്സ്. അത് കറക്റ്റാണ്. എന്താണ്? മറ്റുള്ള ക്രീച്ചേഴ്സ് കഴിച്ച ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിരിക്കും. എന്താണ്? നിപ്പ വൈറസ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ബാറ്റ്, വവ്വാല് കടിച്ച മാങ്ങാപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിപ്പ വൈറസ് കയറി നമ്മൾ മരിക്കും. അതെന്താണ്? അതൊരു ഡെഡ്ലി വൈറസ് ആണ്. അത് എന്തിലാണ് ഉണ്ടാവുക? വവ്വാലിൻ്റെ വായിലെ സലൈവയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നത് ഒരിക്കലും തെറ്റാണ്, അത് ശരിയുള്ള കാര്യമല്ല. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും കുറച്ച് മോർണിംഗ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താവും? ഡൗൺ ആവും. ബ്രെയിൻ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാർക്കൊന്നും എന്താ പറയുക, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക.
കിച്ചൺ ഗാർഡൻ. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്? ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നിങ്ങളുടെ ഗാർഡനിൽ വളർത്തുന്നതെന്ന്. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? സ്ട്രോബെറീസ്, പിന്നെ ലെമൺസ് ഒക്കെ. പിന്നെ വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ലീഫി ഗ്രീൻസ്, ലെറ്റ്യൂസ്, സ്പിനാച്ച്, ചീരവർഗ്ഗങ്ങൾ. ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോസും വലിയ ടൊമാറ്റോസും. പിന്നെ റൂട്ട് വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ. പിന്നെ പെപ്പർ, ബെൽ പെപ്പർ ഓർ ചില്ലീസ്, ക്യാപ്സിക്കം അങ്ങനത്തെ. കുക്കുംബർ, വെള്ളരിക്ക, ക്യാരറ്റ്, ബ്രക്കോളി. ഇതൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ വളർത്താൻ പറ്റിയ വെജിറ്റബിൾസ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്? നിങ്ങളുടെ സറൗണ്ടിങ്സിൽ വളർന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫ്രഷ്നെസ്, നമുക്ക് എന്താണ് ഫ്രഷോടെ നമ്മുടെ കിച്ചണിന്റെ ഗാർഡനിൽ നിന്ന് എന്ത് ചെയ്യാം? വെജിറ്റബിൾസ് പറിച്ചെടുക്കാം. ടേസ്റ്റ് ഗുഡ്, എന്താണ്? നല്ല ടേസ്റ്റ് ആയിരിക്കും. ലെസ് എക്സ്പോഷർ ടു കെമിക്കൽ, നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാരണം വലിയ തരത്തിലുള്ള കെമിക്കൽ സ്പ്രേയിങ് ഒന്നും ചെയ്യില്ല. ഈസി ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട്, ഇപ്പം പച്ചമുളക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗാർഡനിൽ പോയി പറിക്കാം. കോസ്റ്റ് സേവിങ്, നമ്മൾ പുറത്തു പോയിട്ട് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതായത് കാരണം നമുക്ക് അത്രയും പൈസ ചെലവില്ല. ഓക്കെ. Papaya. We are used both as fruits and vegetables. When ripe, we become food for many creatures. We are known by different names in each region. What do you call us in your region? Okay. അപ്പോൾ എന്താ? വി ആർ യൂസ്ഡ് ആസ്, ഈ പപ്പായ എന്ന് പറയുന്നത് കൂട്ടുകാർ ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലായിരിക്കും, ലോക്കൽ നെയിമിലായിരിക്കും ഈ പപ്പായ അറിയപ്പെടുന്നത്. ഈ പപ്പായ എന്താണ്? ഫ്രൂട്ടും ആണ്, അതേപോലെ വെജിറ്റബിളും ആണ്. വെജിറ്റബിൾ എപ്പോഴാവുന്നത്? ഇത് പച്ചയ്ക്ക് നമ്മൾ തോരൻ വെക്കും, അല്ലെങ്കിൽ കപ്പളങ്ങ കൊണ്ട് കറി വെക്കും. അത് അപ്പം ആ സമയത്ത് എന്താണ്? വെജിറ്റബിൾ ആണ്. പക്ഷേ ഈ പപ്പായ പഴുത്ത് കഴിയുമ്പോൾ എന്താണ്? ഓറഞ്ച് കളറായിട്ട് അതൊരു ഫ്രൂട്ടായിട്ട് മാറും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വി ആർ നോൺ ബൈ ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഈ പപ്പായ അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ സ്ഥലത്ത് ഈ പപ്പായൻ്റെ ലോക്കൽ നെയിം എന്താണെന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് കൂട്ടുകാരുടെ സ്ഥലത്ത് എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആർ ദർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കിച്ചൺ ഗാർഡനിലോ പപ്പായ ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ യെസ് ഇടുക, ഇല്ലെങ്കിൽ നോ ഇടുക. ഇഫ് നോട്ട് പ്ലാന്റ് ഇറ്റ്, അതില്ലെങ്കിൽ എന്ത് ചെയ്യുക? നടാനാണ് പറയുന്നത്. Are there any other fruits like this which are found in your area? ഇതേപോലെ വെജിറ്റബിളും അതേപോലെ പച്ചയ്ക്ക് വെജിറ്റബിളും പഴുക്കുമ്പോൾ ഫ്രൂട്ടും ആവുന്ന വേറെ വെജിറ്റബിൾസിന്റെ പേരാണ് ചോദിക്കുന്നത്. എന്താണ്? മാങ്ങ. പച്ചയ്ക്ക് നമ്മൾ മാങ്ങ യൂസ് ചെയ്യില്ലേ? അച്ചാറിടാൻ യൂസ് ചെയ്യും, അതേപോലെ മീൻ കറിയിലൊക്കെ പച്ചയ്ക്ക് യൂസ് ചെയ്യും. അതേപോലെ പഴുത്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കഴിക്കും. അതേപോലെ തന്നെയാണ് ബനാന. പച്ചയ്ക്ക് നമ്മൾ തോരൻ വെക്കാനും കറികളിൽ യൂസ് ചെയ്യും, പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ പഴം കഴിക്കും. ജാക്ക് ഫ്രൂട്ട് അതേപോലെ ചക്ക പുഴുങ്ങാനും അതേപോലെ ചക്കക്കറിയൊക്കെ പച്ചയ്ക്ക് നമ്മൾ വെക്കും, പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചക്കപ്പഴം കഴിക്കും. ടൊമാറ്റോസും അതുപോലെ തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ കൂട്ടുകാരെ? സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. ഇത് നമുക്കറിയാം. കണ്ടോ, കൂട്ടുകാരെ പോലെയുള്ള ചെറിയ കൂട്ടുകാർ എന്ത് ചെയ്യാണ്? വെജിറ്റബിൾസ് ഗാർഡനിൽ ബീൻസ് പറിക്കുന്നു. പിന്നെ ടീച്ചറിൻ്റെ കൂടെ കൂട്ടുകാരെല്ലാവരും പയറ് പറിക്കുന്നു, പയറ് പറിക്കാൻ സഹായിക്കുന്നു. പിന്നെ വെണ്ടക്കേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുന്നു. ഓക്കെ. വാട്ട് ഓൾ ഐറ്റംസ് ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ? നിങ്ങളുടെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡനിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഗ്രോ ചെയ്യുന്നത്? എന്തൊക്കെയാണ്? തക്കാളി ഉണ്ടാവും, ചീര, സ്പിനാച്ച് ഉണ്ടാവും, ക്യാബേജ് ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും, ഗ്രീൻ ചില്ലി, ബീൻസ് ഉണ്ടാവും, ബ്രക്കോളി ഉണ്ടാവും. Does your garden have a variety of food items necessary for healthy living? ഒരു ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ നിങ്ങളുടെ ഗാർഡനിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ ദ ടേബിൾ. അപ്പോൾ ഇവിടെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പൾസസ്, ട്യൂബേഴ്സ്, വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ദോസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദ ഗാർഡൻ. നിങ്ങളുടെ ഗാർഡനിൽ ഉള്ളത് ഏതൊക്കെയാണുള്ളത്? ഏതൊക്കെ പൾസസ് ആണുള്ളത്, ഏതൊക്കെ ട്യൂബേഴ്സ് ആണുള്ളത്, ഏതൊക്കെ വെജിറ്റബിൾസ് ആണുള്ളത്, ഏതൊക്കെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണുള്ളത്.
പിന്നെ ഇതിലില്ലാത്തത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും അതിൻ്റെ പേരും കൂടെ ഇവിടെ എഴുതണം. ഇത് കൂട്ടുകാരുടെ ഹോംവർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ പൾസസ്, ട്യൂബേഴ്സ്, ഓക്കെ, ഇതിലൊക്കെ പൾസസിൽ വരുന്ന ഏതൊക്കെയാണ്? ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, ചിക്ക് പീസ്, കൗ പീസ്, അങ്ങനത്തെയൊക്കെയാണ് പൾസസിൽ വരുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിലുള്ളത് അതിൻ്റെ പേര് എഴുതാം. നിങ്ങൾക്ക് ആ ഗാർഡനിലേക്ക് ഇനി നടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ എഴുതാം. ട്യൂബേഴ്സിൽ ഏതൊക്കെയാണ് വരിക? യാം, കൊളക്കേഷ്യ, ടാപ്പിയോക്കോ, ഇതൊക്കെയാണ് വരുന്നത്. ഇത് ഉള്ളതിൽ ഇതിൽ എഴുതാം, ഇല്ലാത്തത് നിങ്ങൾക്ക് ഇതിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിൽ വേണമെന്നുള്ളത് ഇവിടെ എഴുതാം. പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് അറിയാം, ഇഷ്ടം പോലെ വെജിറ്റബിൾസ് കൂട്ടുകാർ ആദ്യം തൊട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടൊമാറ്റോസ്, പിന്നെ എന്താണ്? ക്യാബേജ്, ബ്രക്കോളി, പിന്നെ എന്താണ് കോളിഫ്ലവർ, അങ്ങനെ ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഉണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്പിനാച്ചാണ് മെയിൻ, ചീര, നമുക്ക് ചുമന്ന ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, പിന്നെ അതേപോലെ ബേസിൽ ലീവ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഗാർഡനിലുള്ളത് ഇവിടെ എഴുതാം, ഈ പോർഷനിൽ എഴുതാം. നിങ്ങൾക്ക് ഇനി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എഴുതാം. എക്സ്പാൻഡ് ദ വെജിറ്റബിൾ ഗാർഡൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രിപ്പയർ ലിസ്റ്റ്. അപ്പം നിങ്ങൾ ഈ ടേബിളിൽ പ്രിപ്പയർ ചെയ്തതനുസരിച്ച് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് നിങ്ങളുടെ ഗാർഡൻ വിപുലീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട്. Does the vegetable garden benefit only us? നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് നമുക്ക് മാത്രമാണോ അതിൽ നിന്ന് വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു പക്ഷിക്കുട്ടി എന്താണ് ഒരു പുഴുവിനെ പിടിച്ച് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വാട്ട് അതർ ക്രീച്ചേഴ്സ് കം ഇൻ ടു ദ ഗാർഡൻ? ആ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് വരുന്ന ബാക്കി ക്രീച്ചേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Do they come to the farm only to eat pest? അവിടെയുള്ള പെസ്റ്റുകളെ തിന്നാൻ വേണ്ടി മാത്രമാണോ ഈ ക്രീച്ചേഴ്സ് അവിടെ വരുന്നത്? Are there creatures who come to eat the crops? ക്രോപ്സ് തിന്നാനും എന്ന് പറഞ്ഞാൽ തക്കാളി തിന്നാനൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ? Illustrate their conversation. Exhibit the illustration in the class. I also eat the pest in the farm. ഓക്കെ, അപ്പം നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് വരുന്ന അതിഥികൾ അല്ലെങ്കിൽ ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ കൂട്ടുകാരെ. നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ഉണ്ടാക്കി, അതിൽ തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ചീര, ക്യാബേജ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഗാർഡനിലേക്ക് തീർച്ചയായിട്ടും കുറേ അതിഥികൾ വരും. അപ്പോൾ ഏതൊക്കെ അതിഥികളാന്ന് നോക്കിയാലോ. അണ്ണാൻ വരും. ഓക്കെ, അണ്ണാന് ഈ തക്കാളി തിന്നാനും പിന്നെ അവർക്കവിടെ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അണ്ണാൻ വരും. പിന്നെ ഹണി ബി, തേനെടുക്കാൻ വരും. ബീറ്റിൽസ്, ചെറിയ ചെറിയ വണ്ടുകളൊക്കെ ഈ തക്കാളീൻ്റെ പൂവൊക്കെ പൂവിൽ ഇതാക്കാനും അതേപോലെ പച്ചിലകളുടെയൊക്കെ നീര് കുടിക്കാനൊക്കെ വരും. ഫ്ലൈസ് വരും. ബേർഡ്സ്, പക്ഷികൾ, ബട്ടർഫ്ലൈസ്, പിന്നെ എലികൾ ഉണ്ടാവും. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ, കപ്പ, ടാപ്പിയോക്കോ എന്ന് പറഞ്ഞ സാധനം നട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, എലി തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് കപ്പ തിന്നാൻ ശ്രമിക്കും. അതേപോലെ ഉറുമ്പുകൾ. ഓക്കെ, ഇപ്പം ഇവിടെ ഇത്രയും ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സിൻ്റെ പേര് നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്രീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് കൂട്ടുകാരുടേതായ രീതിയിൽ എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി ഡ്രോ എ ഹ്യൂമൻ ഫിഗർ ബൈ ഇൻക്ലൂഡിങ് സ്യൂട്ടബിൾ ഫുഡ് ഐറ്റംസ് ആസ് ബോഡി പാർട്സ്. Write down the benefits of food items included in the figure. അപ്പോൾ എന്താണ്, ഒരു ഹ്യൂമൻ ബോഡി വരച്ചിട്ട് ആ ഹ്യൂമൻ ബോഡിയിലെ ഓരോരോ പാർട്സിന് ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ആവശ്യം എന്നുള്ളത് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ കണ്ണിന് ആവശ്യം എന്താണ്? ക്യാരറ്റാണ്. കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടണമെങ്കിൽ ക്യാരറ്റ് കഴിക്കുക. പിന്നെ ലിവറിൻ്റെ നല്ലൊരു ഫങ്ഷന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ബീട്രൂട്ട് കഴിക്കുക. ഓക്കെ, പിന്നെ ബീൻസ്, ലെമൺ, അതൊക്കെ എന്തിനാണ്? ബ്രസ്റ്റ്, നമ്മുടെ ബ്രസ്റ്റ് പോർഷൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ബീൻസ്, ലെമൺ ഒക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ ലങ്സ്, ശ്വാസകോശത്തിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ് നല്ലത്? ഗ്രേപ്സ് ആണ്.
പിന്നെ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ ചിന്താഗതി എല്ലാം എന്താണ് ബ്രെയിനിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും അത് ഇതൊക്കെ. അപ്പൊ ബ്രെയിനിന് ആവശ്യം എന്താണ് വാൾനട്ട് എന്ന് പറയുന്ന ഒരു ഗ്രെയിൻ ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ വയറിന് എന്താണ് വേണ്ടത്? വയറിന് വേണ്ടത് സങ്കർ എന്ന് പറയുന്ന സാധനമാണ് വയറിന് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ ഹൃദയത്തിന് വേണ്ടത്, ഹാർട്ടിന് വേണ്ടത് എന്താണ്? ടൊമാറ്റോസ് ആണ്. പിന്നെ പാങ്ക്രിയാസ്, ഗ്രന്ഥികൾക്ക് വേണ്ടത് എന്താണ്? സ്വീറ്റ് പൊട്ടറ്റോസ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോസ് ഇവിടെയാണ് കേട്ടോ, ഇത് മാറിപ്പോയതാണ്. അവക്കാഡോസ് ആണ് നമ്മുടെ ഗ്രന്ഥികൾക്ക് വേണ്ടത്. പിന്നെ മസിൽസിന് എന്താ വേണ്ടത്? കൈയിന്റെ ആർട്ടിക്കുലേഷനും മസിൽസിനൊക്കെ എന്താണ് വേണ്ടത്? സ്പിനാച്ച് ആണ് വേണ്ടത്, ചീരവർഗം. പിന്നെ നമ്മുടെ യൂട്രസ്, ഗർഭപാത്രത്തിന് എന്താ വേണ്ടത്? അവക്കാഡോ തന്നെയാണ് വേണ്ടത്. അതേപോലെ നമ്മുടെ ജോയിന്റുകൾ, കൈയിന്റെയും കാലിന്റെയും ഒക്കെ ജോയിന്റ്സിന് എന്താ വേണ്ടത്? പൈനാപ്പിൾ ആണ് വേണ്ടത്. അപ്പൊ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് ഇത് ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ, ഒന്നും കൂടെ 2-3 പ്രാവശ്യം വായിച്ചു നോക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു മനുഷ്യനെ വരച്ചിട്ട് ആ മനുഷ്യന്റെ ഓരോ പാർട്സിന് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ഈ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങളൊരു റഫ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ 2 മനുഷ്യന്മാരെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 2 പേരെ കൊടുത്തത്. കണ്ടോ, ഇവിടെ ഈ ഒരു മനുഷ്യ ശരീരം എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചിട്ടുള്ള ഹെൽത്തി ബോഡിയാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച കൂട്ടുകാര്, കണ്ടോ, ലേസ്, പെപ്സി, കൊക്കോകോള, അങ്ങനത്തെ ഓരോരോ ഡ്രിങ്ക്സ്, ബർഗർ അത് ഇതൊക്കെ കഴിച്ചിട്ട് അവരുടെ ശരീരം കണ്ടോ കൊഴുപ്പടിഞ്ഞിട്ട് അവർക്ക് നടക്കാനും കൂടെ പറ്റാത്ത രീതിയിലാണ് ഈ ആൾക്കുള്ളത്. അപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ എന്താണ്? ബോഡി ഹെൽത്തിന് നല്ലതാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, യു ആർ വാട്ട് യു ഈറ്റ്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരം അത് പുറത്തോട്ട് കാണിക്കുക. അപ്പം കൂട്ടുകാർ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഏതാവണം എന്നുള്ളത് കൂട്ടുകാർ തീരുമാനിക്കുക. ഓക്കെ, അടുത്ത നോക്കിയാലോ. Look at the burger prepared by Mitra. What food items does it contain? അപ്പോൾ ബർഗർ നമുക്ക് നല്ലതാണോ ചീത്തയാണോ കൂട്ടുകാരെ? ബർഗർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല. ഇതിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? ബന്നുണ്ട്, മേലത്തെ ലെയറിലും താഴത്തെ ലെയറിലും ബന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്, ബേസിൽ ലീവ്സ് പോലത്തെ ലീവ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ചീസ് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ വെച്ചിട്ടുണ്ട്, ടൊമാറ്റോസ് വെച്ചിട്ടുണ്ട്, മയണൈസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബർഗർ. അടുത്ത നോക്കിയാൽ മാച്ച് ദ ഫോളോയിങ്. അപ്പം ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് മാച്ച് ചെയ്യാം. ട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങാണ്. അപ്പൊ ടാരോ എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിലുള്ള ഒരു കിഴങ്ങാണ്. പൾസസ് നമ്മൾ രാവിലെ പഠിച്ചില്ലേ, അതിൽ വരുന്നതാണ് ബാർലി. എഗ് എന്താണ് നമുക്ക് തരുന്നത്? പ്രോട്ടീൻ ആണ് തരുന്നത്. മില്ലറ്റ്സ് എന്താണ്? ചെറുധാന്യങ്ങൾ, അതിനെന്താണ്? ലിറ്റിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. എഡിബിൾ ഓയിൽ എന്താണ്? ഫാറ്റ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഹാവ് യു സീൻ the food items in the picture? ഇതിലുള്ള ഫുഡ് ഐറ്റംസ് കണ്ടോ? കളർ the food items that we can consume cooked in red. കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? റെഡ് മാർക്ക് ചെയ്യണം. അൺകുക്ക്ഡ് വൺസ് ഗ്രീൻ. You may color the food items we consume either cooked or uncooked in yellow. ഓക്കെ, അപ്പൊ നമുക്ക് കൂട്ടുകാർക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഇതെന്താണ്? ട്യൂബർ ആണ്, ടാപ്പിയോക്കോ അല്ലെങ്കിൽ കപ്പ. ഇത് നമുക്ക് എന്താണ്? പച്ചക്കും കഴിക്കാൻ പറ്റും, വേവിച്ചും കഴിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഇതാ? കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് ഏത് കളറാണ് കൊടുക്കേണ്ടത്? യു മേ ഗിവ് കളർ. യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അപ്പം ടാപ്പിയോക്കയ്ക്ക് എന്താണ് കളറാണ് കൊടുക്കേണ്ടത്? യെല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ യെല്ലോ കളർ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് ഇതെടുത്തിട്ട് യെല്ലോ കളർ മാർക്ക് ചെയ്യാം. ഓക്കെ, ടാപ്പിയോക്ക നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാം, പച്ചക്കും കഴിക്കാം, അതുകൊണ്ട് യെല്ലോ കളർ. ഓക്കെ, ഇനി ഒനിയനും നമുക്ക് എന്ത് ചെയ്യാം? കുക്ക് ചെയ്തിട്ടും കഴിക്കാം, സാലഡ്സിൽ നമ്മൾ പച്ചക്ക് അരിഞ്ഞ് കഴിക്കില്ലേ, അപ്പൊ അതെന്താണ്? മഞ്ഞ കളറാണ്. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് നോക്കിയേ, യാം അല്ലെങ്കിൽ ചേന എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും കുക്ക് ചെയ്തേ കഴിക്കാൻ പറ്റുള്ളൂ. കളർ ഇത് ഫുഡ് ഐറ്റംസ് ദാറ്റ് വി ക്യാൻ കൺസ്യൂം കുക്ക്ഡ്. കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് എന്താണ്? റെഡ് കളർ കൊടുക്കുക. അപ്പം ഈ റെഡ് കളർ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം, റെഡ് കളർ. ഓക്കെ, യാം എപ്പോഴും എന്താണ്? കുക്ക് ചെയ്തേ കഴിക്കാൻ പറ്റുള്ളൂ, പച്ചക്ക് കഴിച്ചാൽ ചിലപ്പോൾ ചൊറിയും. പിന്നെ റൈസ് എന്താണ്? പച്ചക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും കുക്ക് ചെയ്തേ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
പിന്നെ ഗ്രേപ്സ് എന്താണ്? നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതിനെന്താ കളർ കൊടുക്കുക? ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ. ഫ്രൂട്ട്സ് എപ്പോഴും എന്താണ്? ഗ്രീൻ കളറാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാൻ പറ്റും, അല്ലാതെയും കഴിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? മഞ്ഞ കളർ. പച്ചയ്ക്കും കഴിക്കാൻ പറ്റും, കുക്ക് ചെയ്തും കഴിക്കാൻ പറ്റും. കോൺ എന്ന് പറയുന്ന. അപ്പം മഞ്ഞ കളർ. മാങ്ങ എന്താണ്? മാങ്ങ. ആൻഡ് അൺകുക്ക്ഡ് വൺസ് ഇൻ ഗ്രീൻ. മാങ്ങ ഗ്രീൻ, അൺകുക്ക്ഡ്. കുക്ക് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ചിക്കൻ എന്താണ്? നമുക്ക് കുക്ക് ചെയ്താൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പച്ചയ്ക്ക് നമുക്ക് ഇറച്ചി തിന്നാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. പപ്പായ എന്തിലാണ് വരുന്നത്? കുക്ക്ഡും അൺകുക്ക്ഡും. നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാം, പച്ചയ്ക്കും കഴിക്കാം, കുക്ക് ചെയ്തും കഴിക്കാം. അപ്പം യെല്ലോ. പിന്നെ ഇതെന്താണ്? ഗോവ എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കും. ഓക്കെ, റെഡിയല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കിയാലോ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. മിന്ത്ര ആൻഡ് ഹെർ ബ്രദർ ആർ ഹാർവെസ്റ്റിംഗ് വെജിറ്റബിൾസ് ഫ്രം ദെയർ ഗാർഡൻ. മിന്ത്രയും മിന്ത്രയുടെ ബ്രദറും കൂടി എന്താണ്? അവരുടെ ഗാർഡനിൽ നിന്ന് വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇതുണ്ടോ? വഴുതനങ്ങയുണ്ട്, പയറുണ്ട്. അപ്പം മിന്ത്രയും മിന്ത്രയുടെ ഫ്രണ്ട്സും കൂടെ പിടിക്കുകയാണ്. ഷാൾ വി പ്രിപ്പയർ എ വെജിറ്റബിൾ ഗാർഡൻ? നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കിയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ യു പ്ലാൻ? നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് പ്ലാൻ ചെയ്യുക? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദം. അപ്പൊ കൂട്ടുകാർക്ക് ഇതിൽ ഏതൊക്കെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഗാർഡനിൽ ആഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ചീര വേണം, പീസ് വേണം, പംകിൻ മത്തൻ വേണം, ലേഡീസ് ഫിംഗർ വേണം, വെണ്ടയ്ക്ക, കുക്കുംബർ, പിന്നെ സ്നേക്ക് ഗോഡ് വേണം, പടവലങ്ങ, ടൊമാറ്റോ വേണം, ഗ്രീൻ ചില്ലി വേണം, ഐവി ഗോഡ് വേണം, ബ്രിഞ്ചാൾ വേണം, ബിറ്റർ ഗാർഡ് വേണം, ആൻഡ് ഇറിഷ് ഗാർഡും വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ വേണ്ടത് അതൊക്കെ ടിക്ക് ചെയ്യാം. പ്ലാന്റ് അറ്റ്ലീസ്റ്റ് 5 items. അതിൽ 5 items എങ്കിലും പ്ലാന്റ് ചെയ്യുക. യു ക്യാൻ പ്ലാന്റ് ദം ഇൻ യുവർ വെജിറ്റബിൾ ഗാർഡൻ in sack filled with soil and grow the bags. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് 5 എണ്ണം നിങ്ങളുടെ ഗാർഡനിൽ ഗ്രോ ചെയ്യാവുന്നതാണ്. Prepare a delicious and healthy dish using local available food items. Exhibit them in your school food festival. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഫുഡ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ഓരോരോ ഡിഷസ് ഉണ്ടാക്കിയിട്ട് അത് എക്സിബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു കൂട്ടുകാരെ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്? ഫ്രൂട്ട്സ് പഠിച്ചു, വെജിറ്റബിൾസ് പഠിച്ചു. പിന്നെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സാലഡ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിച്ചു. സാലഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തറലി വാഷ് ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ സാലഡ്സിൽ യൂസ് ചെയ്യേണ്ട കാര്യം പഠിച്ചു. പിന്നെ നമ്മൾ 3 ടൈപ്സ്, കുക്ക്ഡ് ഫുഡ്, അൺകുക്ക്ഡ് ഫുഡ്, പിന്നെ ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് മാത്രം കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, ബാർലി, മീറ്റ്, ഫിഷ്, അങ്ങനെ. അൺകുക്ക്ഡ് ഏതൊക്കെയാണ് വരുന്നത്? കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വരുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. എന്നാലാണ് ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനുള്ളൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടതിന് താങ്ക് യു സോ മച്ച്.